ഇത് സേഫ് ആയിരിക്കട്ടെ എല്ലാവരും എന്ന് മാത്രമേ നമുക്ക് ആഗ്രഹിക്കാൻ കഴിയൂ. പ്രത്യേകിച്ച് കേരളത്തിന് പുറത്തുള്ള അല്ലേ മലയാളികളോട് മാത്രമല്ല, കേരളത്തിന് പുറത്തുള്ള തമിഴ്നാട്ടിലും പോണ്ടിച്ചേരി, അതുപോലെ ആന്ധ്ര തുടങ്ങിയ സ്ഥലങ്ങളിലുള്ള എല്ലാവരോടും സേഫായിരിക്കാൻ. കാരണം ഒരുപാട് മലയാളികളുണ്ട്, അവരുടെ ബന്ധുക്കളുണ്ട് ഇവിടെ. അത് ഏതായാലും എല്ലാ രക്ഷാപ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ മുന്നൊരുക്കങ്ങളൊക്കെ പൂർത്തിയായിട്ടുണ്ട്. ഒരു ചുഴലിക്കാറ്റ് 120 കിലോമീറ്റർ വേഗതയിൽ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആർക്കും ഒരു കുഴപ്പമുണ്ടാവില്ല. കനത്ത മഴ തുടങ്ങിയെന്നും അറിയുന്നുണ്ട്. ഏതായാലും എല്ലാവരും സേഫായിരിക്കുക. സർക്കാർ പറഞ്ഞതുപോലെ ഇന്ന് തമിഴ്നാട്ടിലെ സമ്പൂർണ്ണ അവധിയാണ്. വീടുകളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങരുത് എന്ന നിർദ്ദേശം അക്ഷരം പ്രതി പാലിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം. ഈ സമയവും ഈ മോശ സമയവും കടന്നു പോകട്ടെ എന്ന് ആശംസിക്കുകയാണ്. മറ്റൊരു വാർത്തയുള്ളത് ഗോപിയും രാവിലെ ഇന്ന് കോൺഗ്രസ് നേതാവ് അഹമ്മദ് പട്ടേൽ അന്തരിച്ചു എന്നുള്ള വാർത്തയാണ് വന്നിരിക്കുന്നത്. ഇത് അങ്ങനെ ഏതായാലും രാവിലെ ചിരിച്ചുകൊണ്ട് സംസാരിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. എന്തായാലും നമുക്ക് പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് തന്നെയാണ് ആദ്യം പോകുന്നത്. മുതിർന്ന കോൺഗ്രസ് നേതാവും AICC ട്രഷററുമായ അഹമ്മദ് പട്ടേൽ അന്തരിച്ചു. കോവിഡ് ബാധിച്ച് ചികിത്സയിലിരിക്കുകയായിരുന്നു അന്ത്യം. ഗുജറാത്തിൽ നിന്നുള്ള രാജ്യസഭാ അംഗമാണ്. ദീർഘകാലം സോണിയാഗാന്ധിയുടെ രാഷ്ട്രീയകാര്യ സെക്രട്ടറിയായിരുന്നു അഹമ്മദ് പട്ടേൽ. വിവരങ്ങളുമായി ER രാഗേഷ് ചേരുകയാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന്. രാഗേഷ്, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അദ്ദേഹം കോവിഡ് ബാധിച്ച് ചികിത്സയിലായിരുന്നു. കഴിഞ്ഞ 2-3 ദിവസങ്ങളായി അദ്ദേഹത്തിൻ്റെ ആരോഗ്യനിലയെക്കുറിച്ച് ആശങ്കയുണ്ടായിരുന്നു. അത്തരത്തിലുള്ള വാർത്തകൾ തന്നെയാണ് പുറത്തു വന്നിരുന്നത്. എപ്പോഴാണ് ഈ മരണം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചത്? ലലു, കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി അംഗവും ഒപ്പം തന്നെ കോൺഗ്രസ് ട്രഷററുമായ അഹമ്മദ് പട്ടേൽ അന്തരിച്ചു. ഇന്ന് പുലർച്ചെ 3:30 അന്ത്യം. അദ്ദേഹം കോവിഡ് ബാധിതനായി ചികിത്സയിലായിരുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസമായി അദ്ദേഹത്തിന്റെ ആരോഗ്യനില വളരെ മോശമായിരുന്നു, ഗുരുതരമായ അവസ്ഥയിലായിരുന്നു. ഇന്ന് പുലർച്ചെ 3:30 അന്ത്യം സംഭവിച്ചത്. മകൻ ഫൈസൽ പട്ടേലാണ് പിതാവ് മരിച്ചു എന്ന കാര്യം ലോകത്തെ അറിയിക്കുകയും ചെയ്തത്. 3:30 ഗുഡ്ഗാവിലെ, ഡൽഹിക്കടുത്തുള്ള ഗുഡ്ഗാവിലെ മേദാന്ത മെഡിസിറ്റിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ അന്ത്യം സംഭവിച്ചത്. ഒക്ടോബർ 1 അഹമ്മദ് പട്ടേലിന് കോവിഡ് സ്ഥിരീകരിക്കുന്നത്. പക്ഷേ പിന്നീട് അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില മോശമാവുന്നതാണ് കണ്ടത്. ഈ മാസം 15 അദ്ദേഹത്തെ ആരോഗ്യനില വളരെ മോശമായതിനെ തുടർന്ന് മേദാന്ത മെഡിസിറ്റിയിലെ ICUവിലേക്ക് മാറ്റി. ഏതായാലും ഇന്ന് പുലർച്ചെ അദ്ദേഹത്തിൻ്റെ വിയോഗം ഉണ്ടായിരിക്കുന്നു. ഏതായാലും വിയോഗത്തിൽ പ്രധാനമന്ത്രിയും ഒപ്പം തന്നെ കോൺഗ്രസ് നേതാക്കൾ അടക്കം രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും അടക്കം അനുശോചനം രേഖപ്പെടുത്തുകയും ചെയ്തു. പ്രധാനമന്ത്രി വ്യക്തമാക്കിയത് കോൺഗ്രസിന് വേണ്ടി അല്ലെങ്കിൽ കോൺഗ്രസിനെ ശക്തിപ്പെടുത്താൻ വേണ്ടി. ഒരു നിമിഷം തിരിച്ചു വരാം. KPCC അധ്യക്ഷൻ ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ടെലിഫോണിൽ ചേരുന്നു. ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രൻ, നമുക്കറിയാം കേരളത്തിൽ കോൺഗ്രസ് കലുഷിതമായ സാഹചര്യങ്ങളിലൂടെ കടന്നുപോയപ്പോൾ കേരളത്തിൻ്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി അദ്ദേഹം ഇവിടെ പ്രവർത്തിച്ചതാണ്. മാത്രമല്ല നിങ്ങൾ തമ്മിൽ ദീർഘനാളത്തെ ബന്ധമുണ്ട്. എങ്ങനെയാണ് ഈ അവസരത്തിൽ ശ്രീ അഹമ്മദ് പട്ടേലിനെ അനുസ്മരിക്കുന്നത്? ദുഃഖത്തോടുകൂടിയാണ് ഞാൻ അഹമ്മദ് പട്ടേലിനെ അനുസ്മരിക്കുന്നത്. അദ്ദേഹം എൻ്റെ ആത്മസുഹൃത്തായിരുന്നു. 1970 കാലത്ത് തന്നെ ഞങ്ങൾ തമ്മിലുള്ള സൗഹൃദം ആരംഭിക്കുകയുണ്ടായി. 1978 കാലത്ത് ഗുജറാത്തിലെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനായി അദ്ദേഹത്തെയും കേരളത്തിലെ യൂത്ത് കോൺഗ്രസ് സാരഥിയായി എന്നെയും ഇന്ദിരാജിയാണ് നേരിട്ട് നിയമിച്ചത്. അന്ന് തൊട്ട് ഇന്ന് വരെ ആത്മബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് രണ്ടുപേർക്കും സാധിച്ചിരുന്നു. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു നിർണായകമായ ഘട്ടത്തിലാണ് അഹമ്മദ് ഭായിയുടെ നിര്യാണം എന്നതിൽ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അതിൽ തീരാത്ത നഷ്ടമായിട്ട് തന്നെ ഞാൻ ഇപ്പോൾ വിലയിരുത്തുകയാണ്. കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന് കോവിഡ് ബാധിച്ചു എന്നറിഞ്ഞ് ഞങ്ങളൊക്കെ തന്നെ ബന്ധപ്പെടുകയുണ്ടായി. അദ്ദേഹത്തിന്റെ മകൻ പറഞ്ഞത് കുറച്ച് വ്യത്യാസമുണ്ട്, അദ്ദേഹം തീർച്ചയായിട്ടും രോഗമുക്തി തേടിക്കൊണ്ട് പുറത്തേക്ക് വരുമെന്നാണ്. പക്ഷെ ഇന്ന് ഞങ്ങളെല്ലാം തന്നെ ദുഃഖത്തിലാഴ്ത്തിക്കൊണ്ടാണ് ആ പ്രിയ സ്നേഹിതൻ കടന്നുപോയത്. അദ്ദേഹം കോൺഗ്രസിന്റെ വിഷമഘട്ടങ്ങളിലൊക്കെ തന്നെ അദ്ദേഹം സമാധാനവും അനുരഞ്ജനവും ആ പാതയാണ് അദ്ദേഹം സ്വീകരിച്ചത്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ട്രബിൾ ഷൂട്ടറായിട്ടാണ് ഞാൻ അദ്ദേഹത്തെ വിലയിരുത്താൻ ആഗ്രഹിക്കുന്നത്. എപ്പോഴൊക്കെ തന്നെ വിഷമവും പ്രതിസന്ധിയും പാർട്ടിയെ അഭിമുഖിച്ചോ അന്നൊക്കെ തന്നെ വിശ്വസ്തനായ ഈ പാർട്ടിയുടെ നേതാവ് അതൊക്കെ തന്നെ പരിഹരിക്കാൻ അസാധാരണമായ പാഠവുമാണ് കാണിച്ചിട്ടുള്ളതെന്ന കാര്യവും ഞാൻ അനുസ്മരിക്കാൻ ആഗ്രഹിക്കുന്നു. ഇന്ദിരാഗാന്ധിയുടെ വിശ്വസ്തനായിരുന്നു അദ്ദേഹം. സോണിയാജിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്നു അദ്ദേഹം. അതോടൊപ്പം തന്നെ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി ട്രഷററായിട്ടാണ് അദ്ദേഹം ഇപ്പോൾ പ്രവർത്തിച്ചു വരുന്നത്.
കോൺഗ്രസിലെ ഏറ്റവും ഉന്നതനായ ഒരു നേതാവാണ് അഹമ്മദ് ഭായി എന്ന് പറഞ്ഞാൽ എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട്. ആ സുഹൃത്ത്, അദ്ദേഹത്തിന്റെ വേർപാട് ഒരിക്കലും നികത്താനാവാത്തൊരു ഇടപാട് ഞാൻ കാണുന്നു. എനിക്ക് ഒരു കുടുംബ സുഹൃത്ത് കൂടിയാണ് അഹമ്മദ് ഭായിയുടെ നിര്യാണത്തോട് നഷ്ടമായിട്ടുള്ളത് എന്നും ഞാനിവിടെ രേഖപ്പെടുത്തട്ടെ. നന്ദി ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിനും. അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ രാകേഷ് ഒരു ട്രബിൾ ഷൂട്ടർ, ക്രൈസിസ് മാനേജ്മെന്റ്, ഇത് നമ്മൾ കേരളത്തിലും ഒരു കണ്ടിട്ടുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഇടപെടലും. അത് കാരണം ഗോപി നമുക്കറിയാം, അതായത് കേരളത്തിലെ കോൺഗ്രസ് സമാനതകളില്ലാത്ത പ്രതിസന്ധി നേരിട്ടൊരു കാലം കെ കരുണാകരൻ്റെയൊക്കെ നേതൃത്വത്തിൽ വലിയ കലാപം പാർട്ടിയിൽ ഉള്ള സമയത്താണ്. അതായത് അടിത്തറ തന്നെ അത് DSC രൂപീകരണം അടക്കമുള്ള കാര്യങ്ങൾ കേരളത്തിൽ ഉണ്ടാകുന്ന സമയത്ത് കേരളത്തിൻ്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറിയാണ് അഹമ്മദ് പട്ടേൽ. കെ മുരളീധരൻ്റെ കുപ്രസിദ്ധമായ പ്രസംഗങ്ങളൊക്കെ നമുക്കുള്ളത്. പക്ഷേ ആ ഒരു പ്രതിസന്ധിയിലും ആ സംഘടനയെ കേരളത്തിൽ അങ്ങനെ കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. മാത്രമല്ല ദേശീയ തലത്തിൽ തന്നെ പലപ്പോഴും കോൺഗ്രസ് വലിയ പ്രതിസന്ധി നേരിട്ടപ്പോൾ ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞ പോലെ തന്നെ വലിയ പ്രതിസന്ധി നേരിട്ടപ്പോഴെല്ലാം അവിടെ അതിൻ്റെ ഒരു പരിഹാരം ഒരു വൻമരമായിരുന്നു. സോണിയാഗാന്ധിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായിട്ട് വർഷങ്ങളോളം പ്രവർത്തിക്കാൻ കഴിയുന്ന രാജേഷ് പറഞ്ഞ പോലെ തന്നെയാണ്. ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രനൊക്കെ പറഞ്ഞ പോലെ ഒരു ട്രബിൾ ഷൂട്ടറായിരുന്നു, ഒന്നാന്തരം ഒരു പൊളിറ്റിക്കൽ ലീഡറായിരുന്നു. നമുക്കറിയാം പല സമ്മർദ്ദങ്ങൾ നേരിട്ടപ്പോഴും അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ പല മുതിർന്ന നേതാക്കളടക്കം മറുപക്ഷത്തേക്ക് പോയപ്പോഴും എല്ലാം പാറ പോലെ കോൺഗ്രസിൽ അടിയുറച്ചു നിന്ന ഒരു നേതാവ്. കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ വിഷമഘട്ടത്തിൽ അഹമ്മദ് പട്ടേലിനെ പോലുള്ള ഒരു നേതാവിനെ നഷ്ടപ്പെടുന്നത് വലിയ തിരിച്ചടി തന്നെയല്ലേ? ലല്ലു, തീർച്ചയായും കോൺഗ്രസിൻ്റെ ഒരു ക്രൈസിസ് മാനേജർ തന്നെയായിരുന്നു അഹമ്മദ് പട്ടേൽ. കാരണം പ്രതിസന്ധി ഘട്ടങ്ങളെല്ലാം തന്നെ നേതൃത്വത്തിന് ആശ്രയിക്കാവുന്ന ഒരു അവസാന വാക്ക് അതായിരുന്നു അഹമ്മദ് പട്ടേൽ. കാരണം ഈ ഒന്നാം UPA സർക്കാരിൻ്റെ കാലത്തെ ഈ 1ഉം 2ഉം UPA സർക്കാർ, പ്രത്യേകിച്ച് ഒന്നാം UPA സർക്കാരിന് പ്രത്യേകിച്ച് കോൺഗ്രസിന് 145 സീറ്റുകളാണ് ആകെ പാർലമെന്റിൽ ഉണ്ടായിരുന്നത്. അന്ന് ഈ സർക്കാർ യാഥാർത്ഥ്യമാക്കിയത്, ചെറുതും വലുതുമായ പാർട്ടികളെയൊക്കെ ഒരുമിച്ച് നിർത്തി യാഥാർത്ഥ്യമാക്കിയതിൽ 2 പേരാണ് പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത്. ഒന്ന് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് പ്രണബ് മുഖർജി, 2 പാർട്ടിയിൽ നിന്ന് അഹമ്മദ് പട്ടേൽ. പിന്നീട് ഇടതുപക്ഷം ഏതാണ്ട് 63 സീറ്റുകൾ ഉണ്ടായിരുന്ന ഇടതുപക്ഷം അന്ന് ആണവ കരാറിനെ ചൊല്ലി 2008 ഈ ഒന്നാം UPA സർക്കാരിനുള്ള പിന്തുണ പിൻവലിക്കുന്നു. ആ ഘട്ടത്തിൽ എതിർ പാളയത്തിലുണ്ടായിരുന്ന പാർട്ടികളെ പോലും, പ്രത്യേകിച്ച് സമാജ്വാദി പാർട്ടി അടക്കമുള്ള പാർട്ടികളെ പോലും ഒപ്പം നിർത്തി ആ സർക്കാരിനെ താങ്ങി നിർത്തിയതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത് അഹമ്മദ് പട്ടേലായിരുന്നു. അത് തന്നെയാണ് അഹമ്മദ് പട്ടേലിനെ ഒരു ക്രൈസിസ് മാനേജർ എന്ന് എല്ലാ ഘട്ടത്തിലും വിശേഷിപ്പിക്കുന്നത്. ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ട്വീറ്റ് ഉണ്ട്, അത് തന്നെ ഇക്കാര്യം വ്യക്തമാക്കുന്നതാണ്. രാഹുൽ ഗാന്ധി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചോളം വളരെ ദുഃഖമുള്ള ദിനമാണെന്ന്. കോൺഗ്രസിന്റെ നെടുന്തൂണാണ് അഹമ്മദ് പട്ടേൽ ഉണ്ടായിരുന്നത്. അദ്ദേഹം കോൺഗ്രസിന് വേണ്ടിയാണ് ജീവിച്ചിരുന്നത്. മാത്രവുമല്ല പ്രതിസന്ധി ഘട്ടങ്ങളിൽ എല്ലാം പാർട്ടിയെ ആശ്രയിച്ചിരുന്ന ഒരു വ്യക്തിത്വമായിരുന്നു അഹമ്മദ് പട്ടേൽ. അദ്ദേഹം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ സ്വത്തായിരുന്നു എന്നാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി വിശേഷിപ്പിച്ചത്. ഈ രാഹുൽ ഗാന്ധിയുടെ ഈ വാക്കുകൾ തന്നെയുണ്ട് അഹമ്മദ് പട്ടേൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം എന്തായിരുന്നു എന്ന്. അഹമ്മദ് പട്ടേലിന്റെ നേതൃപാടവം ഏറ്റവും ഒടുവിൽ കണ്ടത് 2017 നടന്ന ഗുജറാത്തിലെ രാജ്യസഭാ തെരഞ്ഞെടുപ്പിലാണ്. അന്ന് അഹമ്മദ് പട്ടേൽ തന്നെയായിരുന്നു അവിടെ സ്ഥാനാർത്ഥി. അവിടെ BJP കോൺഗ്രസ് MLA-മാരെ എല്ലാം വിലക്കെടുത്തുകൊണ്ട് അവിടെ ഈ 3-ാം സീറ്റിൽ, 3 സീറ്റിലായിരുന്നു തെരഞ്ഞെടുപ്പ് നടന്നത്. ആ 3-ാം സീറ്റിൽ പോലും വിജയിക്കാനുള്ള ശ്രമം അവരുടെ ഭാഗത്തുണ്ടായി. പക്ഷെ അന്ന് ഒറ്റ വോട്ടിനാണ് അഹമ്മദ് പട്ടേൽ വിജയിച്ചത്. അതായത് BJPയുടെ ഒരു വിമത MLA-യുടെ വോട്ട് കൂടി കരസ്ഥമാക്കിക്കൊണ്ട് BJPയുടെ എല്ലാ നീക്കങ്ങളെയും തകർത്തുകൊണ്ട് അന്ന് കോൺഗ്രസിന്റെ വിജയത്തെ എത്തിച്ചതിലും അഹമ്മദ് പട്ടേലിന് വലിയ പങ്കാണ് ഉണ്ടായിരുന്നത്. മാത്രവുമല്ല നേരത്തെ ലല്ലു സൂചിപ്പിച്ച പോലെ തന്നെ കേരളത്തിന്റെ ഒരു നിമിഷം ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് കൂടി ഈ ഘട്ടത്തിൽ ചേരുന്നു. ശ്രീ രമേശ് ചെന്നിത്തല, വലിയ വിയോഗമാണ് കോൺഗ്രസിനെ സംബന്ധിച്ച്. രാഹുൽ ഗാന്ധിയുടെ ട്വീറ്റും അത് തന്നെയാണ് എല്ലാ അർത്ഥത്തിലും സൂചിപ്പിക്കുന്നത്. താങ്കൾ എങ്ങനെ അനുസ്മരിക്കുന്നു അദ്ദേഹത്തിന്റെ സംഭാവനകളെ? തീർച്ചയായിട്ടും വളരെ വർഷങ്ങളുടെ അടുത്ത ബന്ധമാണ് എനിക്ക് ശ്രീ അഹമ്മദ് പട്ടേലുമായിട്ടുള്ളത്. ഞാൻ NSUIയുടെ ദേശീയ പ്രസിഡന്റായിരുന്ന കാലം മുതൽ അദ്ദേഹവുമായിട്ട് അടുത്ത ബന്ധമുണ്ട്. കഴിഞ്ഞ 10-30 വർഷക്കാലത്തെ ബന്ധമാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഏറ്റവും വലിയൊരു പ്രഹരമാണ് അഹമ്മദ് പട്ടേലിന്റെ മരണം മൂലം ഉണ്ടായിരിക്കുന്നത്. കോൺഗ്രസിന്റെ ശക്തനായ വക്താവും നേതാവുമായിരുന്നു അദ്ദേഹം. പിന്നണിയിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു നേതാവാണ്. അല്ലാണ്ട് മുന്നണിയിലേക്ക് കടന്നു വന്ന് നേതൃസ്ഥാനങ്ങൾ എടുക്കുന്ന ഒരു പ്രവർത്തന ശൈലി ആയിരുന്നില്ല അദ്ദേഹത്തിൻ്റെത്. പാർട്ടിയുടെ എല്ലാ നിർണായക ഘട്ടങ്ങളിലും പാർട്ടിക്ക് വേണ്ടി പാർട്ടിയുടെ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം. ഒരു സമ്മേളനം ഉണ്ടായാൽ അദ്ദേഹം അതിന്റെ പിറകിലായിരിക്കും, സംഘാടകനായി. മുന്നിൽ വന്ന് നിൽക്കാറില്ല, സ്റ്റേജിൽ കയറാറില്ല. പക്ഷെ അതിന്റെ ആ മുഴുവൻ ആസൂത്രണവും അദ്ദേഹമായിരിക്കും.
AICC പതിറ്റാണ്ടുകളായി നയിക്കുന്ന അദ്ദേഹമാണ്. കരുത്തനായ, ഏറ്റവും സമവായത്തിന് വേണ്ടി നിലകൊള്ളാൻ കഴിയുന്ന വൈഭവം ഉണ്ടായിരുന്ന നേതാവാണ് സി അഹമ്മദ് പട്ടേൽ. വ്യക്തിപരമായി അദ്ദേഹത്തിന്റെ കുടുംബത്തോടും എനിക്ക് വളരെ അടുപ്പമുണ്ട്. കോവിഡ് ബാധിച്ച് അദ്ദേഹം ആശുപത്രിയിലായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹത്തിന്റെ മകനെ വിളിച്ച് ഞാൻ വിവരങ്ങൾ തിരക്കുമായിരുന്നു. ഈ മരണം അപരിഹാര്യമാണ്, വേദനാജനകമാണ്, ഞെട്ടിപ്പിക്കുന്നതാണ്. ആ ഓർമ്മകൾക്ക് മുമ്പിൽ ഞാൻ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. നന്ദി ശ്രീ രമേശ് ചെന്നിത്തല ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. ഏതായാലും പ്രമുഖ നേതാക്കൾ പറഞ്ഞതുപോലെ കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ നഷ്ടം. തീർച്ചയായും ഈ കോൺഗ്രസിൻ്റെ സമീപകാല ചരിത്രം അല്ലെങ്കിൽ കഴിഞ്ഞ ഒരു 10-20-25 വർഷത്തെ കോൺഗ്രസിൻ്റെ ചരിത്രം എടുത്ത് പരിശോധിക്കുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പേരുകളിലൊന്നായി അഹമ്മദ് പട്ടേലിൻ്റെ അതിൽ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ ഒരു പോയിന്റ് വളരെ ഇതാണ്. ഒരു മീറ്റിംഗ് നടക്കുമ്പോൾ സ്റ്റേജിലായിരിക്കില്ല, പക്ഷേ മുഴുവൻ നിയന്ത്രണവും സംഘാടനവും അദ്ദേഹത്തിലായിരിക്കും. ER പറഞ്ഞ പോലെ ഈ ഒന്നാം UPA സർക്കാരിന് ശേഷം CPM പിന്തുണ പിൻവലിച്ച അല്ലെങ്കിൽ ഇടതു പാർട്ടികളുടെ പിന്തുണ പിൻവലിച്ച ശേഷം ആ സർക്കാരിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ അദ്ദേഹം എടുത്ത എഫർട്ട്, ഈ രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ച് പാർലമെൻറ്റിൽ വരാൻ അദ്ദേഹം കാണിച്ച തന്ത്രം, ഈ അത്തരത്തിലുള്ള ഒട്ടേറെ ഉദാഹരണങ്ങളുണ്ട് കോൺഗ്രസ് സംബന്ധിച്ച് അഹമ്മദ് പട്ടേൽ എന്തായിരുന്നു എന്ന് തെളിയിക്കാൻ. ഏതായാലും അഹമ്മദ് പട്ടേൽ വിട വാങ്ങിയിരിക്കുകയാണ്. കോൺഗ്രസിനെ സംബന്ധിച്ച് രാഹുൽ ഗാന്ധി പറഞ്ഞ പോലെ പാർട്ടിയുടെ നെടുന്തൂണിനെ തന്നെയാണ് അവർക്ക് നഷ്ടമായിരിക്കുന്നത്. മണിക്കൂറുകളിൽ അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളും പ്രതികരണങ്ങളും തേടാം. ഏതായാലും ഇപ്പോൾ മറ്റ് വാർത്തകളിലേക്ക് കൂടി നമ്മൾ ഇന്ന് ശ്രദ്ധിക്കുന്നത് സ്വാഭാവികമായും കഴിഞ്ഞ 2-3 ദിവസമായിട്ട് നമ്മൾ ശ്രദ്ധിച്ചിരുന്ന പോലീസ് ആക്ട് ഭേദഗതി തന്നെയാണ്. അതിൻ്റെ തുടർ നടപടികൾ എന്ത് എന്നുള്ളത് നമ്മൾ നോക്കുന്നു. പിൻവലിക്കാനുള്ള ഓർഡിനൻസിന് ഗവർണർ അംഗീകാരം നൽകിയേക്കും എന്നാണ് ഒടുവിൽ വരുന്ന വിവരങ്ങൾ. പൊതുസമൂഹത്തിൽ ശക്തമായ എതിർപ്പ് ഉയർന്നതിനെ തുടർന്ന് ഓർഡിനൻസ് പിൻവലിക്കാൻ സർക്കാർ നിർബന്ധിതമാവുകയായിരുന്നു. ഈ സാഹചര്യത്തിൽ സർക്കാർ തീരുമാനത്തിനെതിരെ ഗവർണർ നിലപാട് സ്വീകരിക്കില്ല എന്നാണ് സർക്കാരിൻ്റെ പ്രതീക്ഷ. വിവരങ്ങളുമായി ഉമേഷാണ് ചേരുന്നത്. ഉമേഷ്, ഗവർണർ സർക്കാരിന് അനുകൂലമായി നിൽക്കും എന്ന പ്രതീക്ഷ തന്നെയാണോ സർക്കാർ കേന്ദ്രങ്ങൾ ഇപ്പോൾ വ്യക്തമാക്കുന്നത്? അതിന് കാരണങ്ങൾ എന്തൊക്കെയാണ്? സ്വാഭാവികമായി പോലീസ് ആക്ട് ഭേദഗതിക്കെതിരെ കേരളത്തിലും പുറത്തുമുണ്ടായ പ്രതിഷേധം, അതിൽ ഗവർണറുടെ ഓഫീസും ഗവർണറും എല്ലാം ബോധവാന്മാരായിരിക്കും. അതുകൊണ്ട് തന്നെ സർക്കാരിൻ്റെ ഇപ്പോൾ ഓർഡിനൻസ് പിൻവലിക്കാനുള്ള റിപ്പീൽ ഓർഡിനൻസ് ഒപ്പിടാനുള്ള തീരുമാനത്തിൽ ഒരുപക്ഷെ ഗവർണർ മറ്റെതിർപ്പുകളൊന്നും ഉണ്ടാക്കാൻ സാധ്യതയില്ല. ആദ്യഘട്ടത്തിൽ പോലീസ് ആക്ട് ഭേദഗതി തുടങ്ങിയപ്പോൾ തന്നെ ഗവർണർക്ക് അത് ഇത്തരത്തിൽ അത്തരമൊരു ആക്ടിനെതിരെ പരാതികളെല്ലാം പോയിരുന്നുവെങ്കിൽ പോലും സർക്കാർ ഓർഡിനൻസ് ഗവർണർക്ക് അയച്ചപ്പോൾ തന്നെ ഗവർണർ ഒപ്പിട്ടിരുന്നു. അതിന് പിറ്റേ ദിവസം ഏകദേശം 24 മണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ ഓർഡിനൻസ് നിർത്തിവെക്കാൻ തീരുമാനിച്ചു. ഇന്നലെ ചേർന്ന ക്യാബിനറ്റിൽ ഓർഡിനൻസ് പിൻവലിക്കാനും തീരുമാനിച്ചു. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ മറ്റെതിർപ്പുകൾ ഗവർണറുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകില്ല എന്ന് തന്നെയാണ് പ്രതീക്ഷ. പക്ഷേ ഒരുപക്ഷെ ഇത്തരത്തിൽ വളരെ പെട്ടെന്ന് റിപ്പീൽ ഓർഡിനൻസ് ഇറക്കേണ്ട സാഹചര്യം എന്ത് എന്ന് വേണമെങ്കിൽ ഗവർണർക്ക് സർക്കാരിനോട് വിശദീകരണം ചോദിക്കാം. അത്തരത്തിലൊരു വിശദീകരണത്തിൽ ചോദിക്കുന്നതിലേക്ക് ഗവർണറുടെ ഓഫീസ് പോവുകയാണെങ്കിൽ ഓർഡിനൻസ് പിൻവലിക്കുന്നതിന് അല്ലെങ്കിൽ ഒപ്പിടുന്നതിന് ചെറിയ കാലതാമസം ഉണ്ടാകും. എങ്കിലും സർക്കാർ അതിനൊരു വിശദീകരണം നൽകി കഴിഞ്ഞാൽ മറ്റ് നടപടികളൊന്നും ഇല്ലാതെ തന്നെ ഇത്തരത്തിൽ ഓർഡിനൻസ് പിൻവലിക്കാനുള്ള തീരുമാനത്തിൽ ഗവർണർ ഒപ്പിടും എന്ന് തന്നെയാണ് പ്രതീക്ഷ. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഇന്നോ നാളെയോ ഓർഡിനൻസ് ഈ നിയമം ഓർഡിനൻസ് പിൻവലിക്കാനുള്ള തീരുമാനം റദ്ദാക്കിക്കൊണ്ടുള്ള ഗവർണറുടെ തീരുമാനവും വരും എന്ന് തന്നെയാണ് പ്രതീക്ഷ. തീർച്ചയായും. പക്ഷേ ഗോപി, ഇതുമായി ബന്ധപ്പെട്ട് ഇന്നലെ മുഖ്യമന്ത്രി വളരെ ദീർഘമായ വാർത്താസമ്മേളനത്തിൽ അദ്ദേഹം കാര്യങ്ങൾ പറഞ്ഞിരുന്നു. സമൂഹവുമായി ബന്ധപ്പെട്ട് വലിയ എതിർപ്പുകളുണ്ടായ പശ്ചാത്തലത്തിലാണ് ഓർഡിനൻസ് വേണ്ടെന്ന് വെക്കാൻ തീരുമാനിക്കുന്നത് എന്നൊക്കെ പറയുന്നത്. അപ്പോഴും ഉയരുന്ന വിമർശനം ഇത് നേരത്തെ ചർച്ച ചെയ്ത് എല്ലാവരോട്ട് ചർച്ച ചെയ്ത് ഇറക്കിയായിരുന്നെങ്കിൽ പിൻവലിക്കാൻ പാടുണ്ടായിരുന്നു എന്നുള്ള പറഞ്ഞു. ഏതായാലും അതുമായി ബന്ധപ്പെട്ട് ഇനിയിപ്പോൾ നിയമസഭയിൽ വന്ന് അതൊരു നിയമമായി വരും എന്നൊരു സൂചനയാണ് മുഖ്യമന്ത്രി. അപ്പോഴും കാത്തിരുന്ന് കാണേണ്ടി വരും എന്താണ് നിയമസഭയെ കൊണ്ടുവരാൻ പോകുന്നത്. ഏതായാലും മറ്റു വാർത്തകളിലേക്ക് പോവുകയാണ്. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയ്ക്കെതിരെ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് സർക്കാർ ഇന്ന് ഗവർണർക്ക് കത്ത് നൽകിയേക്കും. ബാർക്കോഴ ആരോപണത്തിൽ ചെന്നിത്തലയ്ക്കെതിരായ അന്വേഷണത്തിന് വിജിലൻസിന് മുഖ്യമന്ത്രി നേരത്തെ അനുമതി നൽകിയിരുന്നു. തുടർന്ന് ഗവർണറുടെയും സ്പീക്കറുടെയും അനുമതി തേടാൻ തീരുമാനിച്ചു. KPCC അധ്യക്ഷനായിരിക്കെ ചെന്നിത്തലയ്ക്കെതിരെ ഉയർന്ന ആരോപണത്തിൽ അന്വേഷണത്തിന് ഗവർണറുടെ അനുമതി വേണോ എന്ന കാര്യത്തിൽ രാജ്ഭവന് അവ്യക്തതയുണ്ട്. സർക്കാരിൻ്റെ കത്ത് ലഭിച്ചാൽ നിയമോപദേശം തേടാനാണ് രാജ്ഭവൻ്റെ തീരുമാനം. കോവിഡുമായി ബന്ധപ്പെട്ട പുതിയ വാർത്തകൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ, കോവിഡ് ബാധിച്ച മരിച്ചവരുടെ മൃതദേഹത്തിൽ സ്പർശിക്കാതെ മതപരമായ ചടങ്ങുകൾക്ക് അനുമതി നൽകി ആരോഗ്യവകുപ്പ് മാർഗരേഖ പുറത്തിറക്കി. ചിതാഭസ്മം ശേഖരിക്കാൻ അനുവദിക്കും. മൃതദേഹം എംബാം ചെയ്യാൻ പാടില്ല. പോസ്റ്റ്മോർട്ടം പരമാവധി ഒഴിവാക്കും. കോവിഡ് സംശയിക്കുന്ന മരണങ്ങളിൽ മൃതദേഹം വിട്ടു നൽകാൻ കാലതാമസം പാടില്ലെന്നും നിർദ്ദേശമുണ്ട്. പരിശോധനയ്ക്ക് സ്രവം എടുത്ത ശേഷം മാനദണ്ഡം പാലിച്ച് മൃതദേഹം സംസ്കരിക്കണം.
സംസ്ഥാനത്ത് 10 ജില്ലകളിൽ കോവിഡ് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് കുറഞ്ഞതായി ആരോഗ്യവകുപ്പിന്റെ പ്രതിവാര റിപ്പോർട്ട്. മലപ്പുറം, കൊല്ലം, ഇടുക്കി, പാലക്കാട് ജില്ലകളിൽ നിരക്ക് ഉയർന്നു. മലപ്പുറത്ത് 100 പേരെ പരിശോധിക്കുമ്പോൾ 15 പേർക്ക് രോഗം സ്ഥിരീകരിച്ചിരുന്നത് കഴിഞ്ഞയാഴ്ച 17ആയി വർദ്ധിച്ചു. സംസ്ഥാനത്ത് കൂടുതൽ സ്വകാര്യ ആശുപത്രികൾ സർക്കാർ നിരക്കിൽ കോവിഡ് ചികിത്സ നൽകുമെന്നും ആരോഗ്യവകുപ്പ് അറിയിച്ചു. ഈ നിരക്ക് കുറഞ്ഞു എന്ന് പറയുമ്പോഴും ഒരിക്കലും ഒരു ആശ്വാസത്തിനോ അല്ലെങ്കിൽ ഉഴപ്പാനോ ഉള്ള സമയമല്ല. കാരണം ഈ നിരക്ക് കുറഞ്ഞു ഏതാണ്ട് തീർന്നു എന്ന് പറയുന്ന സംസ്ഥാനങ്ങളിലേക്കാണ് ഇപ്പോൾ അതിശക്തമായി കോവിഡ് രണ്ടാം വരവ് വന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ ഈ തെരഞ്ഞെടുപ്പിന്റെ കൂടി സാഹചര്യത്തിൽ എല്ലാവരും ആവർത്തിച്ച് ശ്രദ്ധിക്കണമെന്ന് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പറയുണ്ടായി. നിരക്ക് കുറഞ്ഞു എന്നുള്ളൊരു വാർത്ത മാത്രമാണ്, അതങ്ങനെ ആശ്വസിക്കാനോ. ഡൽഹിയിലും മഹാരാഷ്ട്രയിലും എല്ലാം കടുത്ത നിയന്ത്രണങ്ങളിലേക്ക് പോവാണ്. കഴിഞ്ഞ ദിവസം മഹാരാഷ്ട്രയിൽ വരുന്ന ഏതൊക്കെയോ സംസ്ഥാനങ്ങളിൽ നിന്ന് മഹാരാഷ്ട്രയിലേക്ക് വരുന്നവർ ഈ ആന്റിബോഡി ടെസ്റ്റ് നടത്തിയിട്ട് അങ്ങോട്ട് കയറാവുള്ളൂ എന്നാണ് അവിടുത്തെ മുഖ്യമന്ത്രി പറഞ്ഞത്. ശ്രദ്ധിക്കേണ്ട സമയം തന്നെയാണ്. ഏതായാലും കോവിഡ് പരിശോധനയ്ക്കായി സർക്കാർ വാങ്ങിയ ആന്റിജൻ കിറ്റുകൾ ഗുണനിലവാരം ഇല്ലാത്തതിനാൽ തിരിച്ചയക്കാൻ തീരുമാനിച്ചു. പരിശോധനാ ഫലത്തിൽ അപാകതയും അവ്യക്തതയും ഉണ്ടെന്ന പരാതിയെ തുടർന്നാണ് നടപടി. 32,122 കിറ്റുകളാണ് മടക്കി അയച്ചത്. മറ്റൊരു വാർത്തയിലേക്കാണ്. പാലാരിവട്ടം പാലം അഴിമതി കേസിൽ റിമാൻഡിൽ കഴിയുന്ന മുൻമന്ത്രി VK ഇബ്രാഹിം കുഞ്ഞിന്റെ കസ്റ്റഡി അപേക്ഷയും ജാമ്യാപേക്ഷയും മൂവാറ്റുപുഴ വിജിലൻസ് കോടതി ഇന്ന് പരിഗണിക്കും. നിലവിൽ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുള്ള ഇബ്രാഹിം കുഞ്ഞിനെ സർക്കാർ ആശുപത്രിയിലേക്ക് മാറ്റാൻ കഴിയുമോ എന്ന ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ റിപ്പോർട്ടും ഇന്ന് കോടതിയുടെ പരിഗണനയ്ക്ക് വരും. നമുക്ക് വളരെ പെട്ടെന്ന് ഇന്ന് സംഭവിക്കാനിരിക്കുന്ന പ്രധാന വാർത്തകൾ നോക്കിപ്പോകാം അല്ലേ. അതിലൊന്ന്, സ്വർണ്ണക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി M ശിവശങ്കറിന്റെ കസ്റ്റഡി അപേക്ഷയിൽ എറണാകുളം സാമ്പത്തിക കുറ്റാന്വേഷണ കോടതി ഇന്ന് വാദം കേൾക്കും. വിദേശത്തേക്ക് ഡോളർ കടത്തിയ കേസിൽ സ്വപ്ന, സരിത്ത് എന്നിവരുടെ കസ്റ്റഡി അപേക്ഷയിലും കോടതി ഇന്ന് വിധി പറയും. സ്വർണ്ണക്കടത്തിന് സഹായം നൽകിയിട്ടുണ്ട് എന്ന സ്വപ്നയുടെ മൊഴി ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ശിവശങ്കറെ വീണ്ടും ചോദ്യം ചെയ്യാൻ കസ്റ്റംസ് ഒരുങ്ങുന്നത്. സ്വർണ്ണക്കടത്ത് സംബന്ധിച്ച കാര്യങ്ങൾ ശിവശങ്കറിന് അറിവുണ്ടായിരുന്നുവെന്നാണ് കസ്റ്റംസിന് നൽകിയ പുതിയ മൊഴിയിൽ സ്വപ്ന പറയുന്നത്. ഇതിന് വിരുദ്ധമായ മൊഴിയായിരുന്നു നേരത്തെ സ്വപ്ന നൽകിയിരുന്നത്. ശിവശങ്കർ സ്വർണ്ണക്കടത്തിന് ഒത്താശയും പിന്തുണയും നൽകിയെന്നും പുതിയ മൊഴിയിലുണ്ട്. ഈ സാഹചര്യത്തിൽ കൂടുതൽ പേരുടെ പങ്ക് അന്വേഷിക്കണമെന്നും കസ്റ്റംസ് കോടതിയിൽ നൽകിയ കസ്റ്റഡി അപേക്ഷയിൽ പറയുന്നു. ശിവശങ്കറിന് സ്വർണ്ണക്കടത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ അറിയാമായിരുന്നുവെന്നും അന്വേഷിക്കണം. ഇതിനായി 10 ദിവസത്തെ കസ്റ്റഡിയാണ് കസ്റ്റംസ് ചോദിച്ചിരിക്കുന്നത്. വിദേശത്തേക്ക് ഡോളർ കടത്തിയ കേസിലാണ് സ്വപ്നയും സരിത്തിനെയും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. UAE കോൺസുലേറ്റിലെ ധനകാര്യ വിഭാഗം മുൻ മേധാവി ഖാലിദ് മുഹമ്മദ് അലി ഷൗക്കറിക്കൊപ്പം വിദേശത്തേക്ക് പോയപ്പോൾ ഡോളർ കടത്തിയെന്നാണ് കേസ്. ന്യൂസ് 18 കൊച്ചി. സ്വപ്നയുടെ ശബ്ദരേഖയുമായി ബന്ധപ്പെട്ട് മൊഴി രേഖപ്പെടുത്താൻ ക്രൈംബ്രാഞ്ചിന് NIA കോടതി അനുമതി നൽകി. കസ്റ്റംസിന്റെ കൂടി അനുമതി ലഭിച്ചാൽ അന്വേഷണ സംഘം ഉടൻ മൊഴിയെടുക്കും. ഹൈടെക്സിൽ അഡീഷണൽ SP ES ബിജുമോനാണ് കേസ് അന്വേഷിക്കുന്നത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ജയിൽ മേധാവിക്ക് നൽകിയ കത്തിനെ തുടർന്നാണ് സംസ്ഥാന പോലീസ് മേധാവി ക്രൈംബ്രാഞ്ച് അന്വേഷണം പ്രഖ്യാപിച്ചത്. കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്കും CAGക്കുമെതിരെ ഇടതുമുന്നണിയുടെ പ്രതിഷേധ സമരം ഇന്ന്. കേരളത്തെ രക്ഷിക്കുക, വികസനം സംരക്ഷിക്കുക എന്ന മുദ്രാവാക്യമൂർത്തിയാണ് പ്രതിഷേധ കൂട്ടായ്മ. കേരളത്തിന്റെ വികസനം അട്ടിമറിക്കാൻ അന്വേഷണ ഏജൻസികളെയും ഭരണഘടനാ സ്ഥാപനങ്ങളെയും കേന്ദ്ര സർക്കാർ ഉപയോഗിക്കുന്നു എന്നാണ് ഇടതുമുന്നണിയുടെ ആരോപണം. കള്ളപ്പണക്കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്ത ബിനീഷ് കോടിയേരിയുടെ 2ആഴ്ചത്തെ റിമാൻഡ് കാലാവധി ഇന്ന് പൂർത്തിയാകും. ബിനീഷിന്റെ ജാമ്യാപേക്ഷ തുടർവാദത്തിനായി നവംബർ 27ലേക്ക് മാറ്റിവെച്ചതിനാൽ റിമാൻഡ് തുടരാനാണ് സാധ്യത. ബംഗളൂരു സിറ്റി സിവിൽ കോടതി ഇന്നലെ ജാമ്യാപേക്ഷ പരിഗണിച്ചുവെങ്കിലും കൂടുതൽ വാദം എഴുതി സമർപ്പിക്കാൻ സമയം വേണമെന്ന ബിനീഷിന്റെ അഭിഭാഷകന്റെ ആവശ്യം അംഗീകരിക്കുകയായിരുന്നു. നടപടിക്രമം പാലിക്കാതെയാണ് EDയുടെ അറസ്റ്റും കേസും എന്ന് കാണിച്ച് ബിനീഷ് കർണാടക ഹൈക്കോടതി നൽകിയ റിട്ട് പെറ്റീഷൻ കോടതി തള്ളിയിരുന്നു. ഇതിനിടെ ബിനീഷിന്റെയും ഭാര്യ റിനീറ്റയുടെയും സ്വത്ത് കണ്ടുകെട്ടാനുള്ള നടപടികളിൽ ED ഊർജിതമാക്കി. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ അയൽ സംസ്ഥാനങ്ങളിലേക്ക് നിവാർ ചുഴലിക്കാറ്റ് ഇന്ന് ഉച്ചയോടെ എത്തും. മഹാബലിപുരത്തിനും കാരക്കലിനുമിടയിൽ തീരം തൊടും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദമാണ് അതിതീവ്ര ചുഴലിക്കാറ്റായി തമിഴ്നാട് തീരത്തേക്ക് നീങ്ങുന്നത്. തീരമേഖലയിൽ മഴ ശക്തമാണ്. നാവികസേനയും കോസ്റ്റ് ഗാർഡും സുരക്ഷയ്ക്കായി വിവിധ സ്ഥലങ്ങളിൽ നിലയുറപ്പിച്ചു. നിവാർ ചുഴലിക്കാറ്റിന്റെ സാഹചര്യത്തിൽ തമിഴ്നാട്, പുതുച്ചേരി, ആന്ധ്ര തീരങ്ങളിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വടക്കൻ തമിഴ്നാട്ടിൽ സ്ഥിതി രൂക്ഷമാകുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ചെന്നൈയിലും സമീപ ജില്ലകളിലും കനത്ത മഴ പെയ്യുകയാണ്. പലയിടത്തും ശക്തമായ കാറ്റും വീശുന്നുണ്ട്. നിവാർ ചുഴലിക്കാറ്റ് കരതൊടുമ്പോൾ മണിക്കൂറിൽ 120 മുതൽ 145 കിലോമീറ്റർ വരെ വേഗമുണ്ടാകും. ചെന്നൈ, തിരുവള്ളൂർ, ചെങ്കൽപ്പേട്ട്, വിഴുപുരം, കാഞ്ചീപുരം,
കടലൂർ, മയിലാടുതുറൈ, നാഗപട്ടണം, രാമനാഥപുരം എന്നീ ജില്ലകളിലും പുതുച്ചേരിയിലും ചുഴലിക്കാറ്റ് നാശം വിതച്ചേക്കും. വിമാനങ്ങളും ട്രെയിൻ സർവീസുകളും റദ്ദാക്കിയിട്ടുണ്ട്. 7 ജില്ലകളിലെ ബസ് സർവീസുകളും പൂർണ്ണമായും റദ്ദാക്കി. നാവികസേനയും കോസ്റ്റ് ഗാർഡും സുരക്ഷയ്ക്കായി വിവിധ സ്ഥലങ്ങളിൽ നിലയുറപ്പിച്ചിട്ടുണ്ട്. ഇതിനു പുറമെ ദേശീയ ദുരന്ത നിവാരണ സേനാംഗങ്ങളും ക്യാമ്പ് ചെയ്യുന്നുണ്ട്. കൂടുതൽ അപകട സാധ്യതയുള്ള പ്രദേശങ്ങളിൽ നിന്ന് ആളുകളെ മാറ്റിപ്പാർപ്പിച്ചു. പുതുച്ചേരിയിൽ നിരോധനാജ്ഞയും പ്രഖ്യാപിച്ചു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. കേന്ദ്ര സർക്കാരിന്റെ തൊഴിൽ വിരുദ്ധ നയങ്ങൾക്കെതിരെ ഇന്ന് അർദ്ധരാത്രി മുതൽ ട്രേഡ് യൂണിയനുകളുടെ ദേശീയ പണിമുടക്ക്. തൊഴിൽ കോഡ് പിൻവലിക്കുക, തൊഴിലുറപ്പ് പദ്ധതിയിലെ തൊഴിൽ ദിനം 200 ആക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പണിമുടക്ക് നടത്തുന്നത്. മറ്റൊരു വാർത്ത ശശി തരൂരിൻ്റെ ഇന്നലത്തെ ട്വീറ്റ് ശ്രദ്ധിക്കുകയാണ്. ഈ ഒരു സമയത്ത് ഇത്തരം ഒരു ട്വീറ്റ് വന്ന് ഇന്നലെ തന്നെ പലരും ചോദിച്ചു എന്താണ് ഇങ്ങനെ. അത് ഭയങ്കര വിവാദമായിട്ടുണ്ട്. ആ ട്വീറ്റിൽ വിശദീകരണവുമായി ശശി തരൂർ രംഗത്തെത്തിയിട്ടുണ്ട്. ത്രിവർണ്ണ നിറം കാവ്യാകുന്നതിനെ നാം ചെറുക്കേണ്ടതുണ്ടെന്നും തൻ്റെ പോസ്റ്റ് RSS അനുകൂലം ആണെന്ന് വളച്ചൊടിക്കുന്നതിൽ ഖേദമുണ്ടെന്നും തരൂർ വ്യക്തമാക്കി. കെറ്റിൽ നിന്നും ത്രിവർണ്ണ നിറത്തിൽ അരിപ്പയിലേക്ക് പകരുന്നത് പിന്നീട് കാവ്യ നിറത്തിലാകുന്നതായിരുന്നു ചിത്രം. പല സമയങ്ങളിലും പല വാക്കുകളേക്കാൾ കൂടുതൽ കാര്യങ്ങൾ വാക്കുകളേക്കാൾ കൂടുതൽ സംസാരിക്കുമെന്നും രാജ്യം കടന്നു പോകുന്ന അവസ്ഥയെക്കുറിച്ചുള്ള ചിത്രമാണ് എന്നും പറഞ്ഞാണ് തരൂർ അത് പങ്കുവച്ചത്. മുംബൈയിലെ കലാകാരനായ അഭിനവ് ഖഫേരയുടേതാണ് ചിത്രം. കോൺഗ്രസ് കാവ്യവൽക്കരിക്കപ്പെടുകയാണ് എന്നാണോ തരൂർ അർത്ഥമാക്കിയത് എന്ന് പലരും സംശയം പ്രകടിപ്പിച്ചിരുന്നു. നമ്മൾ സെഗ്മെൻറ്റുകളിലേക്ക് കടക്കുകയാണ്. അപ്പോൾ അതുപോലെ ശബരിമലയിൽ തീർത്ഥാടന കാലം. ശബരിമലയിൽ അയ്യപ്പൻ്റെ പശുക്കളെ പരിപാലിക്കുന്നത് പശ്ചിമബംഗാൾ സ്വദേശിയാണ്. അയ്യപ്പന് അഭിഷേകത്തിനും പൂജകൾക്കുമുള്ള പാൽ എത്തുന്നത് ഉൾപ്പെടെയുള്ള വലിയ ജോലികളാണ് ഇയാൾ ചെയ്യുന്നത്. उसमें से 3 पाल निकालने वाला पशु है। वो पाल जो है नाइट में 3 बजे पाल निकाल के ओम श्री स्वामी अयप्पा स्वामी के पास पहुंचाता है। हम धो के उधर निकाल लेते हैं, रखते हैं। और जो है पशु को जो है दिन 8 बजे मॉर्निंग में छोड़ते हैं, 1 बजे रिटर्न उधर गौशाला में ले जाते हैं। मन में तो भय है, लेकिन जब काम करते हैं तो वो भय पर छोड़ के पशु का साथ रहते हैं। जो होगा भगवान अयप्पा स्वामी देखेगा। और क्या, पुली इधर है, 2 पशु ले गया है। 19 में 1 ले गया है, 20 में 1 ले गया है. പാലക്കാട് ചെർപ്പുളശ്ശേരിക്കാരനായ സുനിൽ സ്വാമി വഴിയാണ് ആനന്ദ് സാമന്ത് സന്നിധാനത്തെത്തുന്നത്. കഴിഞ്ഞ 5 വർഷത്തിനിടെ 2 തവണ മാത്രമാണ് ഭാര്യയും 2 കുട്ടികളും അമ്മയും അടങ്ങുന്ന കുടുംബത്തെ കാണാൻ ബംഗാളിലേക്ക് പോയത്. ഈ കോവിഡ് കാലം കഴിഞ്ഞ് നാട്ടിലേക്ക് പോകാമെന്ന പ്രതീക്ഷയിലാണ് അയ്യപ്പന്റെ ഗോപാലകൻ. കൂടുതലും ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള ഭക്തരാണ് ശബരിമലയിൽ ദർശനത്തിനെത്തുന്നത്. പക്ഷേ ബംഗാളിൽ നിന്നുള്ള ആനന്ദ് സാമന്തയാണ് അയ്യപ്പന്റെ പശുക്കളെ പരിപാലിക്കുന്നത്. ഇതൊരു നിയോഗമായി കാണുകയാണ് ആനന്ദ് സാമന്ത്. ക്യാമറമാൻ ഇമ്മാനുവൽ തോമസിനൊപ്പം ജി ശ്രീജിത്ത്, ന്യൂസ് 18 സന്നിധാനം. അടുത്തൊരു ഇതിലേക്ക് പോയാൽ നമ്മൾ എല്ലാ ദിവസവും ഇങ്ങനൊരു ശബരിമലയിലെ ഭക്തിഗാനങ്ങൾ ഈ തീർത്ഥാടന കാലത്തിൽ ഭക്തരെ സംബന്ധിച്ച് ധന്യമാക്കുന്ന സംഗീതം കൂടിയാണ്. ആ സംഗീതത്തിന് പിന്നിൽ വലിയ അതുപോലെ സംഗീതമില്ലാതെ ഒരു മണ്ഡലകാലം നമുക്ക് അങ്ങനെ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തൊരു സംഭവമാണ്. പലപ്പോഴും അത് എത്രയോ കാലമായി പാട്ട് കേൾക്കുമ്പോഴും മനസ്സിൽ അയ്യപ്പനായതുകൊണ്ട് പാട്ടുണ്ടാക്കിയതാര് എന്ന് ചിലപ്പോൾ എല്ലാവരും ഒന്നും നോക്കണമെന്നില്ല. അതുകൊണ്ട് തന്നെ ആ പ്രതിഭകളെ പരിചയപ്പെടുത്തുക എന്നുള്ളൊരു ഉത്തരവാദിത്തമാണ് നമ്മൾ കാണിക്കുന്നത്. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് അങ്ങനെ ഒരാളാണ്. 6 അയ്യപ്പ ഭക്തി ഗാനങ്ങൾ, 6 എക്കാലത്തും തീർത്ഥാടക പ്രിയമായവ, പിന്നെ കുന്നക്കുടി വൈദ്യനാഥ ഭാഗവർ പാറിയ ഗുരുവായൂരപ്പനെ കുറിച്ചുള്ള വാഗശർത്ത്, ഇവയെല്ലാം എഴുതിയത് MP ശിവം. MGR സിനിമകളിലെ തമിഴ് സൂപ്പർ ഹിറ്റ് ഗാനങ്ങൾ എഴുതിയ അതേ MP ശിവം. ശിവം ഒരു മലയാളിയാണ് എന്ന മലയാളികൾ പോലും ഓർക്കുന്നത് ഈ 10ൽ താഴെ വരുന്ന ഭക്തിഗാനങ്ങളിലൂടെയാണ്. പാലക്കാട് യക്കര സ്വദേശി മതിലകത്ത് വീട് പരമശിവമാണ് MP ശിവമായത്. 1952 MGR ആരാധകനായ MGR നായകനായ കുമാരിയിലെ 14 പാട്ടുകളാണ് ശിവം എഴുതിയത്. തുടർന്ന് MGRന് വേണ്ടി നിരവധി തമിഴ് പാട്ടുകൾ, തമിഴ് നാടക ഗാനങ്ങൾ. ശിവത്തിൻ്റെ അയ്യപ്പ ഭക്തി ഗാനങ്ങൾ ഓരോന്നും ഇന്നും മഹാത്ഭുതങ്ങളാണ്. ആ സിനിമയിലെ ശിവ
ഈ 2 പാട്ടുകൾക്ക് ശേഷം രണ്ടാം വരവ് MP ശിവം വഴിവെട്ടിയത്. കൃഷ്ണഭക്തി ഗാനങ്ങൾ കൂടിയാണ് MP ശിവം എന്ന യാക്കരക്കാരനെ മലയാളത്തിൽ അടയാളപ്പെടുത്തിയത്. പുലരാൻ 7:30 നാഴികയിൽ കാറ്റിൻ ചലനത്തിലൂടെ നീന്തി വരും. പുലരാൻ 7:30 നാഴികയിൽ എന്ന ഗാനത്തിന്റെ ദൈർഘ്യം 7.5 മിനിറ്റ്. തനി മലയാളം വാക്കുകൾ കൊണ്ടൊരു ഗുരുവായൂരപ്പൻ ഭജന. ഉലകാങ്കുരം നൽകും ശംഖനാദം, ഉലകാങ്കുരം നൽകും ശംഖനാദം, നിദ്രാനിലമാറ്റി കണ്ണും തുറന്നിടും, കണ്ണും തുറന്നിടും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. 1006 നെയ്ത്തേങ്ങകളുമായാണ് കോട്ടയം നീണ്ടൂർ സ്വദേശി സോമനാഥനാചാരി ഇത്തവണ മല കയറുന്നത്. സമസ്ത ജീവജാലങ്ങളുടെയും സുഖകരമായ ജീവിതത്തിനുള്ള പ്രാർത്ഥനയോടെയാണ് ഈ അയ്യഭക്തന്റെ മലകയറ്റം. നീണ്ടൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ നിന്നായിരുന്നു കെട്ടുനിറ. കരിമലയും നീലിമലയും അപ്പാച്ചിമേടും താണ്ടി സന്നിധാനത്തെത്തിക്കാൻ ഭക്തർ 1006 മുദ്രകൾ നിറച്ചു നൽകി. 4 സഹായികളും ഇത്തവണ ഒപ്പമുണ്ട്. സമസ്ത ജനങ്ങളുടെയും ആയുരാരോഗ്യ സൗഖ്യത്തിനൊപ്പം കോവിഡിൽ നിന്ന് നാടിനെ രക്ഷിക്കണമെന്ന പ്രാർത്ഥനയും സോമനാഥനാചാര്യക്കുണ്ട്. ലോകം മുഴുവനെ കോവിഡിൻ്റെ അസുഖമായതുകൊണ്ട് എല്ലാ ഉദ്യോഗമുള്ളവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഇത്തവണ കൊണ്ടുപോകുന്നത്. 100 നെയ്ത്തേങ്ങയുമായാണ് സോമനാഥനാചാര്യയുടെ തീർത്ഥാടനത്തിന് തുടക്കം. ഓരോ വർഷവും തേങ്ങയുടെ എണ്ണം കൂടിയാണ് 1006 എത്തിയത്. നാളികേരങ്ങളിൽ നിറയ്ക്കാൻ 38 കിലോഗ്രാം നെയ്യ് വേണ്ടി വന്നു. സോമനാഥനാചാര്യയെ യാത്രയാക്കാൻ തോമസ് ചാഴിക്കാടൻ MP, മോൻസ് ജോസഫ് MLA എന്നിവരടക്കം എത്തിയിരുന്നു. ഞാനിത്തവണ 1006 നെയ്മുദ്രയാണ് കൊണ്ടുപോകുന്നത്. സർക്കാർ സ്ഥാപനങ്ങൾക്കും പോലീസിനും വേണ്ടിയിട്ടാണ്. എല്ലാ പോലീസ് ഉദ്യോഗസ്ഥർക്കും വേണ്ടി കോവിഡ് കാലത്ത് അവരാണ് രാജ്യത്ത് മുഴുവൻ രക്ഷ നടത്തുന്നത്. അതുകൊണ്ട് അവർക്കും ഡോക്ടർമാർക്കും മെഡിക്കൽ കോളേജിലുള്ള ഇവരെ എല്ലാവരെയും എല്ലാ ജനങ്ങൾക്കും രാഷ്ട്രീയ പാർട്ടിക്കും എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഇത്തവണ മല ചവിട്ടുന്നത്. ഇന്ന് മറ്റൊരു കാര്യമുള്ളത്, ഇന്ന് ഗുരുവായൂർ ഏകാദശിയാണ്. ആയിരക്കണക്കിന് സംഗീതജ്ഞർ പങ്കെടുക്കുന്ന ചെമ്പൈ സംഗീതോത്സവം കോവിഡ് കാരണം ഇക്കുറി ഉണ്ടായില്ല. 100 കണക്കിന് സംഗീതജ്ഞർ പങ്കെടുക്കുന്ന പഞ്ചരത്ന കീർത്തനാലാപനം ചടങ്ങ് മാത്രമായി നടത്തി. അതുപോലെ തന്നെ ഗുരുവായൂർ ഗജരാജനായിരുന്ന ഗുരുവായൂർ കേശവൻ ചെരിഞ്ഞിട്ട് വർഷങ്ങളായി. ഇതിൻ്റെ സ്മരണാർത്ഥം ആനക്കോട്ടയിലെ മുഴുവൻ ആനകളെയും പങ്കെടുപ്പിച്ച് നടത്തേണ്ട ഗജരാജൻ അനുസ്മരണം വെറും 2 ആനകളെ മാത്രം പങ്കെടുപ്പിച്ചാണ് ദേവസ്വം നടത്തിയത്. ഭഗവാൻ ഗീതോപദേശം നൽകിയ ദിവസമായാണ് ഏകാദശിയെ കണക്കാക്കുന്നത്. വ്രതം നോറ്റ് 10,000-ങ്ങളാണ് മുൻകാലങ്ങളിൽ ഗുരുവായൂർ നടയിൽ കണ്ണനെ ഒരു നോക്ക് കാണാൻ ഒഴുകിയെത്തിയിരുന്നത്. എന്നാൽ കോവിഡ് മൂലം ഇത്തവണ ഏകാദശിയോടനുബന്ധിച്ച് നടക്കേണ്ട വിളക്കാഘോഷങ്ങൾ ഉൾപ്പെടെ എല്ലാം നാമമാത്രമായാണ് നടന്നത്. ഏകാദശിയുടെ ഭാഗമായി ഇന്നലെ നടന്ന പഞ്ചരത്ന കീർത്തനാലാപനത്തിൽ പങ്കെടുത്തത് വെറും 11 പേർ മാത്രം. കൂടാതെ വർഷങ്ങൾക്ക് മുമ്പ് ഏകാദശി തലേന്ന് ഗുരുവായൂരപ്പന്റെ ഏറ്റവും പ്രിയപ്പെട്ട കൊമ്പനായിരുന്ന കേശവൻ ക്ഷേത്രത്തിലേക്ക് വണങ്ങി ചരിഞ്ഞ സ്ഥലത്ത് ദേവസ്വം തന്നെ കേശവന്റെ സ്മരണാർത്ഥം ഒരു പ്രതിമ സ്ഥാപിച്ചിട്ടുണ്ട്. ഈ ഗജരാജനെ അനുസ്മരിക്കാനായി എല്ലാ വർഷവും ഈ ദിവസം ആനക്കോട്ടയിലെ നീരിലല്ലാത്ത മുഴുവൻ ആനകളെയും പങ്കെടുപ്പിച്ച് അനുസ്മരണവും സംഘടിപ്പിക്കാറുണ്ടായിരുന്നു.
ഇതും 2 ആനകളെ മാത്രം പങ്കെടുപ്പിച്ച് ചടങ്ങ് മാത്രമായാണ് ഇത്തവണ നടത്തിയത്. ഇന്നലെ രാവിലെ 7-ന് തിരുവെങ്കിട്ട ക്ഷേത്രത്തിൽ നിന്നും ഇന്ദ്രസെന്നാണ് ഗജരാജൻ കേശവന്റെ ഛായാചിത്രം ശിരസിലേറ്റി തെക്കേ നടയിൽ സ്ഥാപിച്ച പ്രതിമയിൽ പുഷ്പചക്രം അർപ്പിച്ചത്. ഒപ്പം ഗുരുവായൂരപ്പന്റെ ഫോട്ടോ ശിരസിലേറ്റി ആദരിച്ച് ബൽറാം എന്ന ആനയും. മറ്റ് ആനകളൊന്നുമില്ലാതെ തീർത്തും ആഘോഷമല്ലാതെ നടന്ന ഈ ചടങ്ങും മനസ്സിൽ നൊമ്പരമുണർത്തുന്നതായിരുന്നു. ഈ വർഷത്തെ ഗുരുവായൂർ ഏകാദശി വളരെ പരിമിതമായ സാഹചര്യങ്ങളിൽ ആണ് കൊറോണയുടെ പശ്ചാത്തലത്തിൽ നടത്തുന്നത്. പഞ്ചരത്ന കീർത്തനാലാപനം ആസ്വദിക്കാൻ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിലെത്തുന്ന കാണികൾക്കും നിയന്ത്രണമുണ്ടായിരുന്നു. സാമൂഹിക അകലം പാലിച്ചായിരുന്നു ഇരിപ്പിടം പോലും സജ്ജമാക്കിയിരുന്നത്. ഇതുകൂടാതെ ഇപ്രാവശ്യം ആയിരക്കണക്കിന് ഭക്തർ പങ്കെടുക്കുന്ന പ്രസാദവൂട്ടും ഇല്ല. ഇന്നലെ മുതൽ 54 മണിക്കൂർ ഭക്തർക്കായി ക്ഷേത്രം തുടർച്ചയായി തുറന്നിരിക്കുമെങ്കിലും 5000-ലധികം ഭക്തരെ വെർച്വൽ ക്യൂ വഴി പ്രവേശിപ്പിക്കാനാണ് ദേവസ്വം തീരുമാനം. രാജു ഗുരുവായൂർ, ന്യൂസ് 8. കഴിഞ്ഞ നമ്മൾ തുടങ്ങിയ ദിവസം മുതൽ ആളുകൾ പോകേണ്ട സ്ഥലം അധികം ആളുകൾ ലോക്ക്ഡൌൺ കഴിഞ്ഞിട്ട് എങ്ങനെയെങ്കിലും പുറത്തിറങ്ങണം എന്നാലോചിക്കുന്നവർക്ക് ഏറ്റവും പറ്റിയ സ്ഥലങ്ങൾ അധികം ചെന്നിട്ടില്ലാത്ത സ്ഥലങ്ങൾ, ഇനിയും ആളുകൾ കണ്ടിട്ടില്ലാത്ത സ്ഥലങ്ങൾ, ഒരുപാട് സ്ഥലങ്ങൾ. ഈ കാണിക്കാൻ പോകുന്ന സ്ഥലത്തിന് എനിക്കൊരു ചെറിയ അഹങ്കാരമുണ്ട്. കാരണം എൻ്റെ നാട്ടിലെ സ്ഥലമാണ്. അതെ. ലോക്ക്ഡൗൺ നിയന്ത്രണങ്ങൾ ഒഴിവായി തുടങ്ങിയതിന് പിന്നാലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കും ആളുകളെ പ്രവേശിപ്പിച്ചു തുടങ്ങി. അധികം ആളുകൾ എത്താത്ത എന്നാൽ അതിമനോഹരമായ ഒരിടമുണ്ട് കൊല്ലം പരവൂരിൽ. നെടുങ്ങോട് മാലാക്കായൽ തുരുത്ത് കണ്ടൽക്കാട്ടിനുള്ളിലൂടെയുള്ള ജലയാത്രയാണ് ഏറ്റവും ആകർഷകം. ലോക്ക്ഡൗൺ സമയത്ത് വീട്ടിലൊക്കെ അടച്ചിരുന്നതിൻ്റെ മടുപ്പിലായിരിക്കും പലരും. ഇപ്പോൾ ഒരു യാത്ര പോകാനുള്ള മാനസികാവസ്ഥയൊക്കെ ഉണ്ടാകും. അങ്ങനെയാണെങ്കിൽ കൊല്ലം ജില്ലയിലേക്ക് വരിക. പരവൂരിൽ നെടുങ്ങോലം മാലാക്കായൽ തുരുത്ത്. ഇനി അധികം പറയുന്നില്ല, കണ്ടു നോക്കാം. വള്ളിപ്പടർപ്പിനാൽ പ്രകൃതി ഒരുക്കിയ തുരങ്കത്തിനുള്ളിലൂടെ പരിസ്ഥിതിയുടെ പല ശബ്ദങ്ങളുടെ പശ്ചാത്തലത്തിൽ ജലയാത്ര. കണ്ടൽക്കാടിന് നടുവിലൂടെയുള്ള യാത്ര വന്ന് അവസാനിക്കുന്നത് വിശാലമായ കായൽ പരപ്പിലേക്കാണ്. ഇവിടെ അവസാനിക്കുന്നില്ല യാത്ര. വീണ്ടും നമ്മളെ കാത്തിരിക്കുന്നത് മറ്റൊരു കണ്ടൽക്കാടിന് നടുവിലൂടെയുള്ള യാത്രയാണ്. തിരുവനന്തപുരത്ത് നിന്ന് വർക്കല വഴിയോ പാരിപ്പള്ളി വഴിയോ നെടുങ്ങോലത്തെത്താം. കൊല്ലം ഭാഗത്തു നിന്നാണെങ്കിൽ ചാത്തന്നൂർ വഴിയും എളുപ്പമെത്താനാകും. വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഒരുപാട് ടൂറിസ്റ്റുകൾ ഇവിടെ വന്ന് പോയിക്കൊണ്ടിരുന്നതാണ്. ഇപ്പോൾ ഈ ലോക്ക്ഡൗണിനെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു ടൂറിസ്റ്റുകളും വരാതായി. ഇത്രയേ ഉള്ളൂ. ഇവിടെ നല്ല പ്രകൃതി സൗന്ദര്യമാണ്. വിദേശികൾക്കെല്ലാം കണ്ടാൽ ആസ്വദിക്കാൻ പറ്റിയ സ്ഥലങ്ങളാണ്. മാലാക്കായൽ തുരുത്തിനെ കുറിച്ച് ഇനി പറയാൻ പോകുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 130 ഏക്കർ വിസ്തൃതിയിലാണ് ഈ കണ്ടൽക്കാട് നിറഞ്ഞു നിൽക്കുന്നത്. നേരത്തെ ചെറിയൊരു കണ്ടൽക്കാടായിരുന്നു. ഇവിടെ സ്വകാര്യ വ്യക്തികൾക്ക് ഭൂമിയുണ്ട്. അവർ കണ്ടൽ ചെടികൾ വെച്ച് പിടിപ്പിച്ചാണ് ഇത്രയും വിസ്തൃതിയുള്ള ഒരു കണ്ടൽക്കാട് സൃഷ്ടിച്ചത്. അതായത് നമ്മുടെ നാട്ടിൽ നിരവധി വാർത്തകളുണ്ട് കണ്ടൽക്കാടുകൾ നശിപ്പിക്കപ്പെടുന്നതുമായി. അവിടെയാണ് മാലാക്കായൽ തുരുത്ത് വ്യത്യസ്തമാകുന്നത്. ഒരു കൂട്ടം ജനതയുടെ നന്മ കൂടിയാണ് ഇവിടെ തിരിച്ചറിയപ്പെടുന്നത്. ഷിജു ചവറയ്ക്കൊപ്പം വി വിനോദ്, ന്യൂസ് 18, കൊല്ലം. നിന്റെ നാട് കൂടിയാണ്. നല്ല മീൻ കിട്ടും. നല്ല ഗംഭീര കരിമീൻ കിട്ടും. പിന്നെ കണമ്പ്. അത് മാത്രമല്ല, ഈ അവിടെ ഒരു പ്രത്യേകത, കായലിൻ്റെ തൊട്ടിപ്പുറത്തെ കടലാണ്, മധ്യത്തൂടെ റോഡാണ് രണ്ട് സൈഡിലും. അപ്പോൾ മീനിൻ്റെ കാര്യത്തിൽ ഗ്യാരണ്ടിയാണ്. അത് ഇപ്പുറത്തെ സൈഡ്, ഇത്
അപ്പുറത്തെ സൈഡ് പോവാ ഗംഭീരമാണ്. ഏതായാലും ഞാനും എൻ്റെ നാട്ടിലൊരു സ്ഥലം സംഘടിപ്പിക്കട്ടെ. നല്ലൊരു സ്ഥലം സംഘടിപ്പിച്ചു. ഇനിയിപ്പോൾ ഫെമിയാണ് ചേരുന്നത്. ഫെമിയും വിനോദ വാർത്തകളുമായിട്ടാണ് ഫെമി ചേരുന്നത്. ഗുഡ് മോർണിംഗ്. എന്തൊക്കെയാണ് ഫെമി വാർത്തകൾ? ഗുഡ് മോർണിംഗ് ഗോപി ആൻഡ് ലല്ലോ. വിശ്വ ശാന്തിക്കായി ഗീതമൊരുക്കിയ ആലപ്പുഴക്കാരുടെ വിശേഷങ്ങളുണ്ട്. വിശദമായി തന്നെ നോക്കാം. ഡാർക്ക് ഷെയ്ഡ് സ്റ്റുഡിയോസിന്റെ ബാനറിൽ BS പ്രവീൺ സംവിധാനം ചെയ്യുന്ന ഷോർട്ട് ഫിലിമാണ് കൊടൂരം. 30ഓളം പുതുമുഖങ്ങളാണ് ചിത്രത്തിൽ അഭിനയിച്ചിരിക്കുന്നത്. റെജിനാൾഡ് റെഡ്മൺ ക്യാമറയും വൈഷ്ണവ് പ്രശാന്തൻ എഡിറ്റിംഗും നിർവഹിക്കുന്നു. പ്രവീൺ റാണ, രമ്യ പണിക്കർ എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി സാന്റോ അന്തിക്കാട് സംവിധാനം ചെയ്യുന്ന ചോരൻ എന്ന ചിത്രത്തിന്റെ പൂജയും സ്വിച്ച് ഓൺ കർമ്മവും ഇടപ്പള്ളി അഞ്ചുമന ദേവീക്ഷേത്ര അങ്കണത്തിൽ വെച്ച് നടന്നു. റാണാസ് ഫിലിം ഫാക്ടറിയുടെ ബാനറിൽ പ്രജിത് KM നിർമ്മിക്കുന്ന ചിത്രത്തിന്റെ ഛായാഗ്രഹണം സുരേഷ് ബാബു നിർവഹിക്കുന്നു. സ്റ്റാൻലി ആന്റണിയുടേതാണ് കഥയും തിരക്കഥയും. വിശ്വശാന്തിക്കായി ഗീതമൊരുക്കി ആലപ്പുഴക്കാരൻ ശ്രീനേഷ് എൽ പ്രഭു. ഓസ്കാർ ജേതാവ് റസൂൽ പൂക്കുട്ടി തന്റെ ഫേസ്ബുക്ക് പേജിലൂടെ പാട്ടിന്റെ പോസ്റ്റർ റിലീസ് ചെയ്തു. തുടർന്ന് സംഗീത സംവിധായകരായ ഔസേപ്പച്ചന്റെയും കൈലാസ് മേനോന്റെയും ഫേസ്ബുക്ക് പേജിലൂടെ വൈറ്റ് ഡോവ് ആൻഡ് ബ്ലാക്ക്ബെറീസ് ഇംഗ്ലീഷ് ഗാനം റിലീസായി. ഈ പാട്ടിന്റെ അനിമേറ്റഡ് സ്റ്റോറി ബോർഡ് വരികൾ പിന്നെ സംഗീതവും ശ്രീനേഷ് തന്നെയാണ് നിർവഹിച്ചത്. ഗംഗ S ചന്ദ്രയാണ് ഗാനം ആലപിച്ചിരിക്കുന്നത്. Black or white or brown is the God. East or west, north or south is the best. You ധനുഷ് നായകനാകുന്ന കർണൻ തിരുനെൽവേലിയിൽ ആദ്യ ഷെഡ്യൂൾ പൂർത്തിയായി. ആരാധകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ചിത്രം സംവിധാനം ചെയ്യുന്നത് പരിയേറും പെരുമാൾ എന്ന സിനിമയിലൂടെ ശ്രദ്ധ പിടിച്ചുപറ്റിയ മാരി ശെൽവരാജാണ്. മലയാളി താരം രജിഷയാണ് നായിക. ലാലും ചിത്രത്തിൽ ഒരു പ്രധാന കഥാപാത്രമായി ഉണ്ട്. സന്തോഷ് നാരായണനാണ് ചിത്രത്തിന്റെ സംഗീത സംവിധാനം. തിരികെ ഗോവയിലേക്കും ലല്ലുവിലേക്കും. നമ്മളേതായാലും നമ്മുടെ സെഗ്മെന്റിൽ പറയാനുള്ള പോലെ കാണേണ്ട ഒരു സ്ഥലം അല്ലെങ്കിൽ പോകേണ്ട ഒരു സ്ഥലം അത് കഴിഞ്ഞു. ഇനി പരിചയപ്പെടേണ്ട അല്ലെങ്കിൽ അറിയേണ്ട ചില വ്യക്തികൾ പറയുന്നു. പലവിധ കാരണങ്ങൾ കൊണ്ട് നിന്നുപോയ, ഇനി ഒരിക്കലും പുനഃപ്രസിദ്ധീകരണത്തിന് സാധ്യതയില്ലാത്ത 1000-ലധികം വരുന്ന മാസികകളുടെ വൻ ശേഖരത്തിൻ്റെ കാവലാണ് ജിജോ രാജകുമാരി എന്ന എഴുത്തുകാരൻ. കാണാം ജിജോയുടെ കവിതകളും ഒപ്പം വരും തലമുറയ്ക്കായി സൂക്ഷിച്ചിരിക്കുന്ന ആ അക്ഷരശേഖരവും. പ്രസിദ്ധീകരണങ്ങളിൽ പലതും ഒരു ലക്കം കൊണ്ട് തന്നെ കളമൊഴിഞ്ഞവയാണ്. സുനന്ദ, സുഫല, നിത്യ, അനർഘ, നിശ, മറ്റ, ധര, സൗവം, നിരർത്ഥകം അങ്ങനെ നീളുന്നു. ഒരിക്കൽ മാത്രം വെളിച്ചം കണ്ടസ്തമിച്ച വാരാന്ത്യ, മാസാന്ത്യ പ്രസിദ്ധീകരണങ്ങളുടെ പേരുകൾ. ജിജോയ്ക്ക് മാസികകളും വാരികകളും വായിക്കുന്ന ശീലമുണ്ടായിരുന്നു. പിന്നീട് പ്രസിദ്ധീകരണം നിലച്ച മാസികകളും ആനുകാലികങ്ങളും ശേഖരിക്കുന്നത് ശീലമായി. കോട്ടയത്തെയും കോഴിക്കോട്ടെയും ചില സുഹൃത്തുക്കളുടെ സഹായത്തോടെയാണ് പഴയ ബുക്ക് സ്റ്റാളുകളിൽ നിന്ന് ഇത്തരം മാസികകൾ ശേഖരിച്ചത്. പ്രസിദ്ധീകരണങ്ങൾ നിലച്ചുപോയതിൻ്റെ കാരണങ്ങൾ കണ്ടുപിടിക്കാനും ജിജോ പരിശ്രമിക്കാറുണ്ട്. 1999 ശരിക്കും എൻ്റെ പേരച്ചടിച്ച് ഒരു രചന പ്രസിദ്ധീകരിക്കപ്പെടുന്നത്. തുടർന്ന് ഇന്നിപ്പോൾ മലയാളത്തിലെ ഒട്ടുമിക്ക ആനുകാലികങ്ങളിലും എൻ്റെ രചനകൾ വന്നിട്ടുണ്ട്. വായനാശീലത്തിനൊപ്പം കവിതാരചനയും ജിജോയ്ക്കൊപ്പമുണ്ട്. 8 പുസ്തകങ്ങൾ ജിജോയുടേതായി പുറത്തിറങ്ങി. എഴുത്തിലും വ്യത്യസ്തത കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ജിജോയുടെ 2 ഇഞ്ച് മാത്രം വലിപ്പമുള്ള വിരൽ മാസിക രക്തനോവുകൾ ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയിരുന്നു. സംസ്ഥാനത്തെ 14 ജില്ലകളിൽ നിന്നും പുറത്തിറക്കിയിരുന്ന നിരവധി പുസ്തകങ്ങളിലും നിലവിൽ പുറത്തിറങ്ങുന്ന പ്രസിദ്ധീകരണങ്ങളിലും ജിജോയുടെ കവിതകൾ അച്ചടിച്ച് വന്നിട്ടുണ്ട്. എഴുത്തിൻ്റെയും വായനയുടെയും ലോകത്ത് എന്നും സജീവമായി നിലകൊള്ളുന്ന ജിജോ രാജകുമാരിയെ തേടി
നിരവധി പുരസ്കാരങ്ങളും എത്തിയിട്ടുണ്ട്. എഴുത്തിന്റെ വഴിയിൽ ജിജോയ്ക്ക് വേണ്ട പ്രോത്സാഹനം നൽകി ഭാര്യ അനിലയും ഒപ്പമുണ്ട്. വായന വാസനയിലേക്കുള്ള വള്ളമാണെന്നാണ് വള്ളത്തോൾ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ജിജോ രാജകുമാരി വായിക്കുക മാത്രമല്ല, ആനുകാലിക പ്രസിദ്ധീകരണങ്ങൾ വരും തലമുറയ്ക്കായി കരുതി വയ്ക്കുക കൂടിയാണ് ചെയ്യുന്നത്. സന്ദീപ് രാജാക്കാട്, ന്യൂസ് 18 ഇടുക്കി. സന്ദീപ് ഇങ്ങനെ പല കക്ഷികൾ അവിടെ നിന്ന് ഇവിടെ നിന്ന് പത്തിക്കൊണ്ട് വരുന്നത് ഇത് തന്നെ ആലോചിക്കും. എന്തൊക്കെ തരം ഹോബികളാണ് മനുഷ്യനുള്ളതല്ലേ? നമ്മൾ ഈ സ്റ്റാമ്പ് കളക്ഷൻ, അതുപോലെ നോട്ട് കളക്ഷൻ എന്നൊക്കെ പറയുന്ന പോലെ. ഇതിന് വലിയ ബുദ്ധിമുട്ട്, ഇതൊക്കെ സൂക്ഷിച്ച് വെക്കുകയും വേണം. അതിൽ പല മാസികളുടെ പേരൊക്കെ ഉണ്ടല്ലേ, അന്തർധാര എന്നൊക്കെ എന്തൊക്കെയോ പേരാണ്. ഇതൊക്കെ ഒരു തവണ ഇറങ്ങി പോവുകയാണ്. ഇതുപോലെ തന്നെ നമ്മൾ പരിചയപ്പെടേണ്ട മറ്റു ചിലരുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ ഒരു 10-40 വയസ്സേ ഉണ്ടാവും അല്ലേ? ഇപ്പം തന്നെ ആരോഗ്യം നിലനിർത്താൻ നമ്മൾ ഇവിടുന്ന് പാടുന്ന അത് ഭയങ്കര പാടാ. 90 വയസ്സ് കഴിഞ്ഞിട്ടും മണ്ണിൽ പൊന്നു വിളയിക്കുന്ന ദമ്പതികൾ വേറിട്ട കാഴ്ചയാവുകയാണ്. വയനാട് പുൽപ്പള്ളി സുരവിക്കവലയിലെ മാത്യു മേരി ദമ്പതികളാണ് വാർദ്ധക്യത്തിലും ചെറുപ്പത്തിന്റെ ഉശിരോടെ കൃഷിയിടങ്ങളിൽ പണിയെടുക്കുന്നത്. പുൽപ്പള്ളി സുരഭിക്കവല നിരപ്പ് തൊട്ടിയിൽ മാത്യുവിന് പ്രായം 94 കഴിഞ്ഞു. ഭാര്യ മേരിക്ക് 90 പക്ഷേ ഒരു നിമിഷം പോലും വെറുതെ ഇരിക്കാൻ ഇരുവരും തയ്യാറല്ല. ആയിരത്തി 1969 കോട്ടയം കടുത്തുരുത്തിയിൽ നിന്നും മാത്യു വയനാട്ടിലെ കുടിയേറ്റ മേഖലയായ പുൽപ്പള്ളിയിലെത്തുന്നത്. മണ്ണിനോട് മല്ലിട്ട് പൊന്നു വിളയിച്ച കർഷക ദമ്പതികൾക്ക് കഠിനാധ്വാനം ദിനചര്യയാണ്. ആവുന്നത് ചെയ്യുക എന്നത് ഒരു ശീലമായി പോയെന്ന് ഇവർ പറയുന്നു. കപ്പ, ചേന, ചേമ്പ്, പിന്നെ കൊടിയുടെ ചൂടൊക്കെ കളയ്ക്കും, കൊടിയിടും, കാപ്പി വെക്കും, എല്ലാം ചെയ്യും. ചേമ്പ്, ചേന, അതിനെ നിലമൊക്കെ ഒരുക്കും. എല്ലാം വല്യപ്പണി എല്ലാ പരിപാടിയും. കോവിഡ് നിയന്ത്രണങ്ങൾ മൂലം ഇപ്പോൾ ഇരുവരും പുറത്തേക്ക് തീരെ ഇറങ്ങാറില്ല. വാർദ്ധക്യത്തിന്റെ ബുദ്ധിമുട്ടുകൾ അലട്ടുന്നുണ്ടെങ്കിലും മണ്ണിനെ പ്രണയിച്ച് അതെല്ലാം മറികടക്കുകയാണ് ഈ വൃദ്ധ ദമ്പതികൾ. ന്യൂസ് 18 വയനാട്. ഇത് രസമായിരിക്കില്ല ഒരു ജീവിതത്തിൽ. അവർ കാണുമ്പോൾ തന്നെ ഭയങ്കര ഇൻസ്പിറേഷനാണ്. 94-90 വയസ്സുള്ള രണ്ടുപേരാണ്. ആ സമയത്തും അധ്വാനിക്കുക. ഇപ്പം ആ കൈക്കോട്ട് എടുത്തിട്ട് അമ്മൂമ്മ കൊത്തുമ്പോൾ അത് എന്നെ കൊണ്ടൊന്നും ഈ പ്രായത്തിൽ നടക്കും. ഏത് പ്രായത്തിൽ? 90 ഈ പ്രായത്തിൽ അതെ, ഒരു 50-60 പോയാൽ മതി. അതിലടുത്ത ഇത്തരത്തിൽ വളരെ വ്യത്യസ്തരായ മനുഷ്യരുണ്ട്. അവർ നമുക്ക് നൽകുന്ന പ്രചോദനങ്ങളുണ്ട്. നമുക്ക് കാണാം, വരും ദിവസങ്ങളിലും പരിചയപ്പെടാം ഇതുപോലുള്ള ആൾക്കാരെ. ഇടവേളയ്ക്ക് ശേഷം വരുന്ന വാർത്തകളുണ്ട്, അതിലേക്കാണ് പോകുന്നത്. ഇനി കണ്ടിട്ടുണ്ടോ എന്ന് നമ്മൾ കണ്ടിട്ടുണ്ടെന്ന് പറയുന്നിടത്ത് തോട് പൂക്കുന്നത് കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എന്നൊക്കെ അങ്ങനെ ഒരു കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ കണ്ടാകും ഈ വീഡിയോ പങ്കുവച്ചിട്ടുണ്ട്. കാട് പൂക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഉണ്ട്. എനിക്ക് പിന്നെ എന്താ തോട് പൂക്കുന്നുണ്ടോ എന്ന് കണ്ടോളാൻ പറഞ്ഞിട്ട് വൈറലായ ഒരു പുഴയാണ്. പരിസ്ഥിതി പ്രവർത്തകർ കാണാനൊക്കെ ഗംഭീരമാണ്. കുഴപ്പമാണെന്ന് പറയുന്നത്. ഏതായാലും ആദ്യം കാണാം, എന്നിട്ട് നമുക്ക് കാഴ്ച ഗംഭീരമാണ്. ഗംഭീരം എന്ന് പറഞ്ഞാൽ അതിഗംഭീരമാണ്. പുഴയിൽ പിങ്ക് വസന്തം തീർത്ത് മുള്ളൻ പായലുകൾ. കോഴിക്കോട് ആവളപ്പണ്ടിയിലാണ് സഞ്ചാരികൾക്ക് ദൃശ്യവിരുന്നൊരുക്കുന്ന ഈ മനോഹര കാഴ്ച. എന്നാൽ കാഴ്ച നല്ലതാണെങ്കിലും പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഏറെയുണ്ട് എന്നാണ് സസ്യശാസ്ത്രജ്ഞർ പറയുന്നത്. കബോംബ ഫർക്കേറ്റയും കരോളിനിയാന ഈ 2 സ്പീഷീസുകളാണ് നമ്മുടെ ഇവിടെ കാണുന്നത് കോമൺ ആയിട്ടും. എൻ്റെ സുഹൃത്തുക്കൾ ബാംഗ്ലൂരിൽ നിന്ന് വരെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ അത്രയും വലിയൊരു ഹിറ്റായ സ്ഥലം നിന്റെ നാട്ടിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞ വീടിൻ്റെ ബാക്കിൽ തന്നെയുള്ളൊരു സ്ഥലമാണ്, നമ്മളിവിടെ തന്നെയാണ് വീടൊക്കെ. ഈ ഒരു സസ്യം സുന്ദരനായ വില്ലനാണ്. ആ ഒരു ഭംഗി എന്ന് പറയുന്നത് ഇതിൻ്റെ ഫ്ലവറിന് തന്നെയാണ്. ഒരു ഫ്ലവറിനല്ല, ഒരു കൂട്ടം ഫ്ലവറായി കാണുമ്പോഴാണ് ആ ഒരു ഭംഗിയുള്ളത്. നമ്മൾ കൂടുതലായിട്ടും അക്വേറിയത്തിൽ ഉപയോഗിക്കുന്ന ഒരു പ്ലാന്റാണ് പലരും. അത് അതിൻ്റെ ഫ്ലവറിൻ്റെ ഭംഗി കൊണ്ടല്ല, അതിൻ്റെ ലീഫുകൾക്കുള്ള ഇലകൾക്കുള്ള പ്രത്യേകതയാണ്. അതിൻ്റെ ഇലകൾക്ക് മുള്ളൻ്റെ ഒരു അപ്പിയറൻസ് ആണ്. അതുകൊണ്ടാണ് ഇതിനെ മുള്ളൻ പായൽ എന്ന് വിളിച്ചത്. ഈ ഒരു പ്ലാന്റ് ഇവിടെ ഇൻവേസീവ് സ്പീഷീസ് ആണ്. നമ്മുടെ നാട്ടിലേക്ക് എത്തി നമ്മുടെ നാട്ടിലുള്ള നമ്മുടെ തനത് സസ്യങ്ങളെ ഒക്കെ ഡൊമിനേറ്റ് ചെയ്തുകൊണ്ട് അങ്ങനെയുള്ള പ്ലാന്റ്സുകളെയൊക്കെ നശിപ്പിച്ചുകൊണ്ട് ഇത് ഇവിടെ നമ്മുടെ ഏരിയയിൽ ഡൊമിനേറ്റ് ചെയ്തിരിക്കുകയാണ്. 2-3 വർഷങ്ങൾ കൊണ്ട് നമ്മുടെ എല്ലാ ഏരിയയിലേക്കും ഇത് വ്യാപിപ്പിക്കും.
വ്യാപിക്കുകയും അതേപോലെ തന്നെ നമ്മുടെ എല്ലാ ചെടികളെയും അക്വാട്ടിക് ഫോണ ആൻഡ് ഫ്ലോറകളെ പലതിനെയും നശിപ്പിച്ചുകൊണ്ടാണ് ഈ ഒരു പ്ലാന്റ് ഡൊമിനേറ്റ് ചെയ്തിരിക്കുന്നത്. ക്യാമറമാൻ ശ്രീജിത്ത് സി കല്ലുമുട്ടിക്കൊപ്പം സനോജ് സുരേന്ദ്രൻ, ന്യൂസ് 18 കോഴിക്കോട്. കല്ലുമുട്ടി കലക്കി അല്ലേ? സുന്ദരനാണെങ്കിലും ആള് വില്ലനാണെന്നാണ് പറയുന്നത്. KP ഉമറാണ് സുന്ദരനായി വില്ലൻ. പിന്നെ ചെയ്ത ഷനാദിനൊരു പ്രത്യേക നന്ദിയുണ്ട്. കാരണം അതിന്റെ ശാസ്ത്രീയ നാമം ഒന്നും ഇൻട്രോയിൽ ചേർത്തില്ല, പകരം മുള്ളം പായൽ ചേർത്തിരുന്നെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും വെള്ളം കുടിച്ചു. വായിക്കൊള്ളാത്ത പേര്, സംഭവം കാണാനൊക്കെ കൊള്ളാം. നമ്മൾ വല്ല ചെമ്പരത്തി എന്നൊക്കെ പറഞ്ഞ് രക്ഷപ്പെട്ടു പോകുന്നതിനിടയ്ക്കാണ് എന്തോ വായിക്കൊള്ളാത്ത പേരാണ്. ഏതായാലും അദ്ദേഹത്തിന്റെ വിലയിരുത്തലും കറക്റ്റ് ആയിരുന്നു. അതെ, ബാക്കിയുള്ളവർ ഞങ്ങളുടെ നാട്ടിലും പായൽ വന്നായിരുന്നേ പൂത്തായിരുന്നെങ്കിൽ എന്നൊക്കെ ആലോചിച്ചിരിക്കുന്നവരോട് പറയാനുള്ളത് അതാണ്. സംഭവം ആള് നമ്മുടെ നാട്ടിലുള്ള പലതിനെയും അത് ഇല്ലാതാക്കുന്നുണ്ട്. അങ്ങനെ ഒരു കാര്യമുണ്ട് അല്ലേ? നമുക്ക് അന്തർദേശീയ വാർത്തകളിലേക്ക് പോകാം. അന്തർദേശീയ വാർത്തകളുമായി അഷിത, എന്താണ് അന്താരാഷ്ട്ര തലത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? കോവിഡ് കണക്കുകളിൽ തന്നെ ഒരു വലിയ മാറ്റം വന്നിരിക്കുകയാണ്. ഒരു വലിയ മൈൽ സ്റ്റോൺ കടന്നിരിക്കുകയാണ്. അതിന്റെ വാർത്തകൾ തന്നെ ആദ്യം നോക്കാം. ലോകത്ത് കോവിഡ് ബാധിതർ 6 കോടി പിന്നിട്ടിരിക്കുകയാണ്. 24 മണിക്കൂറിനിടെ 5.5 ലക്ഷം പേർക്ക് പുതുതായി രോഗബാധ സ്ഥിരീകരിച്ചു. 11,000-ലേറെ പേർ മരിച്ചു. ഇതോടെ ആകെ മരണം 14,13,000 കടന്നു. ക്രിസ്മസ് ആഘോഷങ്ങളുടെ ഭാഗമായി ഫ്രാൻസിൽ ഈ ആഴ്ച മുതൽ ലോക്ക്ഡൌൺ ഇളവുകൾ പ്രാബല്യത്തിൽ വരുമെന്ന് ഇന്ന് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ അറിയിച്ചിരിക്കുകയാണ്. 2ാം കോവിഡ് വ്യാപനത്തിന്റെ അതിതീവ്ര ഘട്ടം രാജ്യം പിന്നിട്ടിരിക്കുന്നുവെന്നും പ്രസിഡന്റ് വ്യക്തമാക്കിയിരിക്കുകയാണ്. അമേരിക്കയിൽ അധികാര കൈമാറ്റത്തിനുള്ള നടപടികൾക്ക് ഡൊണാൾഡ് ട്രംപിന്റെ അനുമതിയെന്ന് സൂചന. രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ടുകൾ ബൈഡനുമായി പങ്കുവയ്ക്കാൻ ട്രംപ് അനുമതി നൽകിയതായാണ് റിപ്പോർട്ടുകൾ വന്നിട്ടുള്ളത്. എന്നാൽ ട്രംപ് ഇതുവരെ ഔദ്യോഗികമായി പരാജയം സമ്മതിച്ചിട്ടില്ല. ലോകത്തെ നയിക്കാൻ അമേരിക്ക തിരിച്ചെത്തിയിരിക്കുകയാണെന്നാണ് ജോ ബൈഡന്റെ പ്രഖ്യാപനം. തന്റെ ഓഫീസ് പ്രവർത്തിക്കുക അമേരിക്കയുടെ പ്രതാപം തിരിച്ചുപിടിക്കാനായിരിക്കുമെന്നും ബൈഡൻ പറഞ്ഞു. പ്രസിഡന്റ് ടീമിലെ 6 പ്രധാന ഉദ്യോഗസ്ഥരുടെ വിശദാംശങ്ങൾ ബൈഡൻ പുറത്തുവിട്ടു. അവ്രിൽ ഹൈൻസ് US ദേശീയ സുരക്ഷാ സേനയുടെ ആദ്യ വനിതാ ഡയറക്ടറാകും. തായ്ലൻഡിൽ നിന്നുള്ള വാർത്തയാണ്. രാജാവിനെതിരായ വിമർശനം നിരോധിക്കുന്ന നിയമം പുനരുജ്ജീവിപ്പിച്ച് തായ്ലൻഡ്. സർക്കാർ വിരുദ്ധ പ്രതിഷേധം തടയുന്നതിനായാണ് നടപടി. ഇതോടെ രാജാവിനെതിരായ വിമർശനം 5 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമായി മാറി. ഭരണഘടനാ പരിഷ്കാരങ്ങൾക്കും രാജ്യത്തെ പ്രധാനമന്ത്രിയെ നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് രാജ്യത്ത് പ്രതിഷേധം ശക്തമാവുന്നതിനിടയിലുമാണ് സർക്കാരിന്റെ പുതിയ നീക്കം. ഇതൊക്കെയാണ് അന്താരാഷ്ട്ര വിശേഷങ്ങൾ. വീണ്ടും ഗോപിയിലേക്കും ലല്ലുവിലേക്കും. അവിടെ 118 അവിടെ എന്ത് ചെയ്യാം, എല്ലാ രാജ്യത്തും ഇപ്പോൾ ഇതാണ് അവസ്ഥ. പിന്നെ അവിടെ തിരുത്തുന്ന പ്രതീക്ഷയൊന്നുമില്ല, ഇവിടെ തിരുത്തി. അവിടെ രാജാവാണ്, ഇവിടെ ജനാധിപത്യമാണല്ലോ. ഏതായാലും നമുക്ക് അടുത്ത വാർത്തകളിലേക്ക് കിടക്കാം. ഒരു ഇടവേളയ്ക്ക് ശേഷം